എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആര്യനും മിത്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആര്യം മിത്രയോട് പറഞ്ഞു, ദേ കല്യാണമൊക്കെ ശരി തന്നെ എന്നും പറഞ്ഞോണ്ട് അധിക ദിവസമൊന്നും എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് മാനേജ് ചെയ്യേണ്ടെന്ന് ചോദിക്കാം. മിത്ര പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് വരുന്ന വിവാഹമല്ലേ, അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നടത്തണ്ടേ. പ്രത്യേകിച്ച് അച്ഛനാണെങ്കിൽ എപ്പോഴും ആ കല്യാണക്കാര്യത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. എല്ലാത്തിനും മുൻപന്തി നിന്ന് ആകാശേണ്ണനും ആര്യനും ഒക്കെ വേണ്ട കല്യാണം നടത്താനെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അത് ശരി തന്നെയാ, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാ. പിന്നെ എനിക്ക് നിന്റെ കാര്യം അറിയാം. നിനക്കും ഒരു പക്ഷേങ്കിൽ ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താൻ പറ്റും. നമ്മുടെ കല്യാണം നല്ല രീതിയിൽ നടന്നില്ല, ഇനി ഈ കല്യാണമെങ്കിലും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് നമുക്ക് ആഘോഷിക്കാം. ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. എനിക്കറിയാം നിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന്, ഈ കല്യാണം നല്ല രീതിയിൽ കൂടണമെന്ന്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ നീ ഈ കല്യാണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോളാൻ പറയാ. ഇത് കേട്ടതും മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. മിത്ര പറഞ്ഞു, ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല എന്ന് പറയണം. ആര്യം പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ അമ്മയുടെ സന്തോഷം കണ്ടോ. ആനന്ദേണ്ട എത്ര കാലത്തിന് ശേഷം ഇങ്ങനെയൊരു സന്തോഷം വരുന്ന ജീവിതത്തിലേക്ക്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു ഉത്സവമാക്കി മാറ്റാൻ തന്നെ തീരുമാനിച്ചിരിക്കുക എന്ന് പറയാണ്. പിന്നീട് അങ്ങനെ അവര് ഉറങ്ങാൻ കിടക്കുക. ഈ സമയം ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ടാ ഇനി ദിവസമില്ല, നാളെ തൊട്ടങ്ങ് തുടങ്ങുക. 3 ദിവസത്തെ ആഘോഷ, പൈസയൊക്കെ കുറെ ചെലവായിരിക്കും അല്ലേന്ന് ചോദിക്കാം. നീ എന്തിനാ ഗോമതി എപ്പോഴും ഈ പൈസയെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കണേ? പണം ഇന്ന് വരും നാളെ പോവും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ബാലേട്ടൻ, മുമ്പൊക്കെ 1 രൂപ എടുത്താലും അതിന് കണക്കായിരുന്നല്ലോ എന്ന് പറയും. അത് ശരിയാ, പക്ഷെ ഈ കാര്യത്തിൽ ഞാനൊന്നും പിശുക്കുന്നില്ല. കാരണം നല്ല രീതിയിൽ തന്നെ മംഗളകരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കണം. ഒരു ഉത്സവ പ്രതീതി ആയിരിക്കണം വീട്ടിലുണ്ടായിരിക്കണേ. 3 ദിവസമല്ലേ ഹൽദി മെഹന്തി കല്യാണമൊക്കെ ആയിട്ട് പോണേ. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അതാ എനിക്ക് ടെൻഷൻ. ഈ 3 ദിവസം കൊണ്ട് എത്ര രൂപ ചെലവാകുമെന്ന് ഓർത്തിട്ട്. നമ്മുടെ വരവിനനുസരിച്ചല്ലേ നമുക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെന്തിനാ വിഷമിക്കണേ? പകുതി പൈസ എന്താണെങ്കിലും അവരുടെ വീട്ടുകാർ തരത്തില്ലേ, ഉദയഭാൻ സാറൊക്കെ തരത്തില്ലേ, അവരൊക്കെ വലിയ കാശുകാരല്ലേ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു ഭയം വേണ്ട, അവര് നല്ല പൈസയൊക്കെ തന്നോളൂന്ന് പറയണ. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, പൈസയൊക്കെ തരും, എന്നാലും അതല്ലല്ലോ, നമുക്ക് അങ്ങനെ അങ്ങ് ചെന്ന് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അവര് തന്നാലെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. അത് ശരിയാന്ന് പറയണം. പിന്നീട് അവര് കിടന്നുറങ്ങുക. ഈ സമയം ആനന്ദിന്റെ ഫോണിലേക്ക് ശ്രീദേവി വിളിക്കുവാണ്. ശ്രീദേവി വിളിച്ചിട്ട് ചോദിച്ചു, ആനന്ദേട്ടൻ കിടന്നോന്ന് ചോദിക്കാം. ഇല്ല, ഇവിടെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുമായിരുന്നു. ഇനിയിപ്പോ 2-3 ദിവസമല്ലേ നമ്മുടെ കല്യാണത്തിനായിട്ടുള്ളെന്ന് പറയണം. നാളെ തൊട്ട് ആഘോഷങ്ങളൊക്കെ തുടങ്ങുമല്ലേ. അവിടെ എന്തൊക്കെയായി ആഘോഷങ്ങളെന്ന് ചോദിക്കാം. ഇവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയാം. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാന്ന് പറയാം. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവി ഇങ്ങോട്ട് വരും. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ 2 ദിവസം കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്നോ ഉള്ളെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അതെ, അതുപോലെ തന്നെ ഞാനും ചിന്തിക്കണേന്ന് പറയാം. പിന്നീട് അവര് കുറെ സമയം സംസാരിക്കുന്നുണ്ട്. കല്യാണത്തെക്കുറിച്ച് കുറെ അധികം മോഹങ്ങളും കാര്യങ്ങളൊക്കെ ആനന്ദിന്റെ മനസ്സിലുണ്ട്. ആനന്ദിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ആനന്ദ് ശ്രീദേവിയോടും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് ഒരു നെഞ്ചിരിപ്പുണ്ട്. പാവം ആനന്ദേട്ടൻ. ഒരു പക്ഷേങ്കില് താൻ ഒരിക്കലും ഇങ്ങനൊരു ചതി ചെയ്യുന്ന ആനന്ദേട്ടൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ, ഇനിയിപ്പോ നാളെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വിറയിലാണ് ശ്രീദേവിക്ക് ഉണ്ടാകുന്നത്. കിടന്നിട്ടാണ് ഉറക്കം വരുന്നില്ല. കാര്യം പറഞ്ഞ സന്തോഷമുള്ള കാര്യമോ കല്യാണമൊക്കെ, പക്ഷെ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ചെയ്യുന്ന ചതിയെക്കുറിച്ചൊക്കെ ആണെങ്കിലും. പിന്നീട് പിറ്റേ ദിവസം കല്യാണ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ തുടങ്ങുകയാണ്. അപ്പൊ സേതുവും പല്ലവിയും കൂടെ ഇവന്റ് മാനേജ്മെന്റിന്റെ ഇതിൽ വരുന്നുണ്ട്. സേതുവാണ് അത് ആ കല്യാണം നടത്താൻ ഏറ്റെടുത്തിരിക്കുന്ന ആള്. സേതുവും പല്ലവി രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ക്ഷേത്രത്തിലൊക്കെ പോയതിന് ശേഷമാണ് അവര് ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അപ്പൊ പല്ലവി ആ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം പല്ലവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാലൻ. മുമ്പ് ഒരു പ്രാവശ്യം ഇവർ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ആ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്നത്. അന്ന് തന്നെ പല്ലവിനെ നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരുടെയും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല്ലവിനെയും കൂട്ടിയിട്ടാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് മിഥുന് അലവും കൂടെ ആ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ജീന എന്ന് പറയുന്ന പെണ്ണിനെ സ്വാധീനിച്ച് ആ മംഗളകർമ്മം കുളവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു മരുന്ന്, ആ മരുന്ന് ആ മഞ്ഞൾവെള്ളത്തിൽ കലക്കുവാണെങ്കിൽ പിന്നെ ഒരിക്കലും ശ്രീദേവിക്ക് എഴുന്നേക്കേണ്ട വരത്തില്ല. ശ്രീദേവി മരിച്ചു പോകത്തുള്ളൂ. കല്യാണം ഉറപ്പായിട്ടും മുടങ്ങും. കാരണം കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ദേവമംഗലങ്കാരും മുഴുവൻ കരയും.
അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ഒന്നെങ്കിൽ സേതുവിന്റെ തല കെട്ടിവെക്കാം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ആരിന്റെയോ ആകാശിന്റെയോ ആരുടെയും തലയെ കെട്ടിവെച്ച് തങ്ങളൊക്കെ തലയൂരാം എങ്ങനെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. ഈ സമയം ഇതൊന്നും സേതുവോ പല്ലവിയോ ഒട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ബാലനും ഗോമതിയും ആനന്ദും ആരിനും എല്ലാരും കൂടെ ചടങ്ങിന് അങ്ങോട്ടേക്ക് വരുവാണ്. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയാണ് എല്ലാരും വരുന്നത്. 3 ദിവസത്തെ കല്യാണം. അപ്പൊ ആദ്യത്തെ ദിവസം തുടക്കം മാത്രമായിട്ടുള്ളൂ. ആ സമയം ജീനി അങ്ങോട്ട് വന്നിട്ട് ഒരു സിറിഞ്ചിനകത്ത് കുറഞ്ഞ് മരുന്നെടുക്കുന്നുണ്ട്. അപ്പൊ അത് കലക്കാനുള്ള വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്യാനായിട്ടാണ് ആ സിറിഞ്ചിനകത്തേക്ക് നിറയ്ക്കണേ. എനിക്ക് മാത്രം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന ബാലനോ ഗോമതിയോ അവർക്കൊട്ട് അറിയത്തില്ലായിരുന്നാനും. അങ്ങനെ ആദ്യം ബാലനും ഗോമതിയൊക്കെയാണ് വന്നേ. അവരങ്ങോട്ട് വന്ന് ഇരിക്കുവാണ്. അപ്പോഴേക്കും സേതുവും പല്ലവിയും ഒക്കെ വന്നു. പിന്നെ സേതുവിനെ പല്ലവിനെ ഗോമതിക്കൊക്കെ പരിചയപ്പെടുവാണ്. ആദ്യമായിട്ട് കണ്ടതും പിന്നീടുണ്ടായ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ ബാലേട്ടൻ സേതുവിനെ കണ്ടുമുട്ടിയത്. അല്ലായിരുന്നെങ്കിൽ ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ആരെ ഏൽപ്പിച്ചാനും. ഞങ്ങൾ കുറെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരെ വിളിച്ചിട്ടും ആരും വരാനിട്ട് കൂട്ടാക്കില്ല. കൃത്യസമയത്ത് സേതു വന്നോണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ ഹൽദി തുടങ്ങാനുള്ള സമയമായി. ഹൽദി തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനും ശ്രീകല എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീദേവി ആണെങ്കിൽ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവിനെ കണ്ടതും ആനന്ദം നോക്കുവാണ്. ആനന്ദിനും ഭയങ്കര സന്തോഷമായി. കാരണം അത്ര സുന്ദരിയായിട്ടാണ് ശ്രീദേവി വരുന്നത്. ആ സമയം ബാലൻ ഗോമതിയോട് പറഞ്ഞു, നോക്കടി എന്ത് ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഉദയഭാനു സാറ് നല്ല ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വലിയ സെറ്റപ്പിൽ തന്നെയാണ് അവരുടെ വരവൊക്കെ. കാൽക്കാശിന് വകയില്ല എന്നുള്ള കാര്യം അവർക്കല്ലേ അറിയത്തുള്ളൂ. ഉള്ള മുക്കുവണ്ടോ ആളും ധരിച്ച് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാരും കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ അവർക്ക് നല്ല ഗംഭീര സ്വീകരണം തന്നെയാണ് ബാലൻ കൊടുക്കുന്നത്. അങ്ങനെ അവരോട് വന്നിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ബന്ധുക്കാരെല്ലാം വരുന്നുണ്ട്. ഈ സമയം ആര്യനും ആകാശും അവരെല്ലാം ഓരോ കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നൊക്കെയുണ്ട്. പിന്നീട് അങ്ങനെ ഹൽദി ചടങ്ങുകൾ തുടങ്ങാനായിട്ട് സമയമായി. ആദ്യം പാട്ടും മേളവും ഒക്കെയാണ്. ആദ്യം ഡാൻസ് കളിക്കാനായിട്ട് മീനാക്ഷി മിത്ര അവരെല്ലാം എത്തുന്നുണ്ട്. അവരൊക്കെ കൂടി നല്ല ഗംഭീര ഡാൻസും പരിപാടിയൊക്കെ നടത്തുകയാണ്. അതിനുശേഷമാണ് ഹൽദി ചടങ്ങുകളൊക്കെ വെക്കുന്നത്. അപ്പൊ ഹൽദി ചടങ്ങിന് തൊട്ടു മുമ്പായിട്ട് മിഥുൻ ജീനനെ വിളിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കണം. എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറയാ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നീ അവിടെ നിൽക്കണ്ട. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോണെന്ന് പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ജീവൻ തക്കം പാർത്ത് നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും ആ വെള്ളത്തിൽ കൊണ്ട് ഇത് കലക്കണം. കലക്കിയിട്ടുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. അതിനുവേണ്ടി കാത്തിരിക്കുക. ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ള. ഒരു കാരണവശാലും ജീവനിക്ക് അത് ചെയ്യാണ്ട് സാധിക്കില്ല. അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും സംഭവിക്കും. ഒന്നെങ്കിൽ അവളെ പിടികൂടും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. മിഥുനും അലോകിനും നല്ല പണി തന്നെ കിട്ടും. അങ്ങനെ ഹൽദി ചടങ്ങുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കും. പിറ്റേ ദിവസം മെഹന്തി, അതിനുശേഷം കല്യാണം മുടക്കാനായിട്ട് മിഥുനും അലോകും കിണഞ്ഞു പരിശ്രമിച്ചാലും അതൊന്നും നടത്താതിരിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. സേതുവും പല്ലവിയൊക്കെയല്ലേ ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാര്. അവരെന്താണല്ലോ അവരുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.